നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഖഡോപനിഷത്തിൻ്റെ ദ്വിതീയ അധ്യായം പ്രഥമ വല്ലി, ചാനൽ 23. പലർക്കും ബാഹ്യവിഷയങ്ങളെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ചുരുക്കം ചില ബുദ്ധിമാന്മാർ ഇന്ദ്രിയങ്ങളെ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് വിവർത്തിപ്പിച്ച് അന്തർമുഖങ്ങളാക്കി പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. അപ്പം ചില അഭ്യുദയകാംക്ഷികൾ ഇതിനെല്ലാം ഒരു വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് ഒരു അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ പല ഭാഗങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഭാഗങ്ങൾ, അത് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിൽ പലർക്കും ബാഹ്യ വിഷയങ്ങളെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങൾ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ണ്, മൂക്ക്, ചെവി ഇങ്ങനെ ഉള്ളതുകൊണ്ട് എന്താണോ അറിയുന്നത് പ്രപഞ്ചത്തിലുള്ളത് അതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്നാണ് അവർ. ഒരു ദൈവം ഉണ്ടെന്ന് അവർ വിചാരിക്കണം, പക്ഷെ അതിനെ സാക്ഷാത്കരിക്കാനോ അതിനെ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കാറില്ല. എന്നാൽ ചുരുക്കം ചില ബുദ്ധിമാന്മാർ, ചുരുക്കമേ പറയുള്ളൂ, നമ്മളെ കോടാനുകോടി ജനങ്ങളിൽ എത്രയോ ചുരുക്കം ചില ബുദ്ധിമാന്മാർ അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പഞ്ച എല്ലാ ബാഹ്യ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്തി ഉള്ളിലൊതുക്കി അവർ പരമാത്മാവിനെ സാക്ഷാത്കരിക്കും. എന്താണ് പരമാത്മാവ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ശക്തിൻ്റെ പേരാണ് പരമാത്മാവ്. ആ ശക്തിനെ പരമാത്മാവ് എന്ന് പറയുന്നത് ജ്ഞാനികളാണെന്നാണ് പറയുന്നത്. ആ പരമാത്മാവിനെ തന്നെ ഋഷിമുനിമാർ പറയുന്ന പേരാണ് ബ്രഹ്മം. ആ പരമാത്മാവിനെ സാധാരണ ജനങ്ങൾ പറയുന്ന പേരാണ് ദൈവം. ഈ ദൈവത്തിനെ, ഒരേ ഒരു ശക്തിയായ ഈ ദൈവത്തിനെ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് പല രൂപത്തിലും നാമത്തിലും ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരേ ഒരു പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ആരാണ്? ആ പരമാത്മാവിൻ്റെ ഒരു അംശമായ ജീവാത്മാവ്. അപ്പോൾ ഈ ജീവാത്മാ പരമാത്മാ ഐക്യമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നാണ് വിവേകികളെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായിട്ട് നമ്മുടെ ഹൃദയഗുഹയിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പോയാൽ നമ്മളുടെ ജീവൻ, ഈ ജീവാത്മാവ് പോയതിന് ജീവൻ പോയി എന്ന് പറയും. അതാണ് നമ്മുടെ സത്ത്. ആ സത്ത് പോയി. അതിനെ സാധാരണക്കാർ പറയും ചത്ത് പോയി. യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് ആ ജീവാത്മാവ് പോയത് പിന്നെ ജഡമാണ്. നമ്മളെല്ലാം പ്രവർത്തിക്കുന്ന ആ ഒരു സൂക്ഷ്മമായ ആ ജീവാത്മാവിൻ്റെ ആ ശക്തി കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇനി ബാലിഷന്മാർ ബാഹ്യങ്ങളായ കാമ്യവിഷയങ്ങളെയാണ് പിന്തുടരുന്നത്. അവർ വിശാലമായ മൃത്യുവിൻ്റെ പാശത്തെ പ്രാപിക്കുന്നു. അവർക്ക്, ഈ സാധാരണ ജനങ്ങൾക്ക്, നമ്മൾ ഈ ബാഹ്യ വിഷയങ്ങൾ മാത്രം കണ്ടനുഭവിച്ച് പോകുന്നവർക്ക് പുനരഭി ജനനം, പുനരഭി മരണം, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, അത്ര തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ആ ബ്രഹ്മം, നമ്മുടെ പരമാത്മാവിലേക്ക് അവർ ഒന്ന് ലയിച്ചു ചേരുന്ന അവസ്ഥ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാർ നിത്യമായ അമൃതത്വത്തെ അറിഞ്ഞ് ഈ ലോകത്തിൽ അനിത്യ വസ്തുക്കളിലൊന്നും ആഗ്രഹിക്കുന്നില്ല. രൂപരസഗന്ധ സ്പർശാത്മകമായ 5 വിഷയങ്ങളെയും മറ്റു സുഖങ്ങളെയും അറിയുന്നതും അറിയാൻ സാധിക്കാത്തതായി ഒന്നും അവശേഷിപ്പിക്കാത്തതുമായ ആ പരമതത്വമാണ് ആത്മാവ്. അതായത് നമ്മുടെ രൂപരസങ്ങളായ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അത് അറിയാൻ കഴിയില്ല. അതിന് അന്തർമുഖമായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ അവലംബിച്ചാലേ അറിയാൻ പറ്റില്ല. അങ്ങനെ 5 വിഷയങ്ങളെയും മറ്റു സുഖങ്ങളെയും അറിയുന്നതും അറിയാൻ സാധിക്കാത്തതുമായി ഒന്നും അതൊന്നും അറിയാൻ കഴിയാത്ത ആ ഒരു ചൈതന്യത്തിൻ്റെ പേരാണ് പരമാത്മാവ്. നമസ്കാരം. ഇനി ബാക്കി നാളെ.